രാഹുൽ ഗാന്ധി പറയുന്നു മോദിക്ക് 16 എന്ന് പറയുന്ന സംഖ്യ പേടിയാണ്. അതെന്താണ്? ഇതിപ്പോൾ രാഹുൽ ഗാന്ധി എന്നിട്ട് എക്സിൽ പഴയ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മോദിക്ക് 16 പേടിയാണ്. 16 വയസ്സിനെ പേടിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 16 പേടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മറ്റേ പട്ടായ പോണം, പട്ടായ പോയി തിരിച്ചു വരിക, ഇവിടെ ഓരോ യുദ്ധങ്ങൾ തോറ്റു കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങൾ തോറ്റു കഴിയുമ്പോൾ പുള്ളി അവിടെ പോയി റീചാർജ് ചെയ്തിട്ട് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ വേറെ പിന്നെ ചുമ്മാ കുത്തിയിരിക്കുക, രാത്രി 2:30 അടിക്കുക, എന്നിട്ട് ഈ ഗുസ്തിക്ക് പോകുന്ന രാത്രി കിടക്കുന്ന അതേ പാൻറ്റും ഷർട്ടും ഇട്ട് പാർലമെൻറ്റിൽ വരിക. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൽ ഇന്നും പറഞ്ഞു 16 വർണ്ണ നിർണായകമാണ്. 16 എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ 16 എന്ന് പറഞ്ഞാൽ 16 അടിയന്തരം എന്നാണ്. ഇയാളുടെ 16 അടിയന്തരം ഇതിനുള്ള ഡേറ്റ് കുറിക്കുന്ന പോലെ ഇന്ന് അലഹബാദ് ഹൈക്കോടതി ഒരു വിധിയും വന്നു. കാരണം ഇയാൾ ഇന്ത്യക്കാരനല്ല എന്ന് കോടതിക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഇയാൾക്ക് എങ്ങനെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അലഹബാദ് ഹൈക്കോടതി, താഴത്തെ കോടതിയൊന്നുമില്ല, ഹൈക്കോടതി, ഭരണഘടനാ കോടതി ഉത്തരവിട്ടിരിക്കുന്ന ദിവസമാണ്. അന്ന് തന്നെയാണ് ഇയാൾ ഇവിടെ നിന്ന് 16 എന്ന്. അപ്പോൾ 16-നെ കുറിച്ച് പല കഥകൾ, പല അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഇയാൾ എന്തായിരിക്കും? സമസ്യാപൂരണം, നല്ല കളിക്കാൻ പറ്റിയ പ്രായമാണ്. 56 വയസ്സുള്ള യുവ പ്രധാനമന്ത്രിയല്ലേ, ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്ന് 17ആണ്, ഇന്നലെ 16-ാം തീയതി എൻ്റെ മൊബൈൽ നോക്കിയപ്പോൾ ഇന്ന് 16. അപ്പോൾ മോദിജിയുടെ പ്രസംഗമുണ്ട്. മോദിയുടെ പ്രസംഗത്തിന് പഴയ ആവേശമില്ലായിരുന്നു, ഒരു ശക്തി ഇല്ലായിരുന്നു. അതെന്ത് പറ്റി? മോദിജി ബോൺവിറ്റ കഴിക്കാത്തതാണോ? അങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഓർത്ത് 16-ല്ലേ, 16-നൊരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും 16-ൻ്റെ പ്രത്യേകത? അത് പറയത്തില്ല, നിങ്ങൾ കണ്ടുപിടിക്കേ. കാരണം ഈ പണ്ടത്തെ ചില വൈദ്യന്മാരുടെ അടുത്ത് രോഗിയെ കൊണ്ടുവന്നപ്പോൾ വൈദ്യൻ നോക്കും, ഒരു മരുന്ന് കൊടുക്കും. അപ്പോൾ എന്നിട്ട് ബന്ധുക്കൾ ചോദിക്കും, വൈദ്യരെ ഇത് മതിയോ, രക്ഷപ്പെടുമോ? വൈദ്യൻ തലയാട്ടും. ഈ പുള്ളിയെ കൊണ്ടുപോകും, പിറ്റേ ദിവസം ഇയാൾ തട്ടിപ്പോവും. എന്നിട്ട് ഈ ബന്ധുക്കളൊന്നും വൈദ്യരോട് ചോദിച്ചതല്ലേ രക്ഷപ്പെടുമോന്ന്. അപ്പം രക്ഷപ്പെടുന്നില്ലേ പറഞ്ഞത്? വൈദ്യർ പറയും, ഞാൻ പറഞ്ഞില്ലല്ലോ. വൈദ്യർ തലയാട്ടിയില്ലേ? തലയാട്ടിയാൽ രക്ഷപ്പെടത്തില്ല എന്നർത്ഥം കൂടിയുണ്ട്. രക്ഷപ്പെടുമോ? അപ്പോൾ രണ്ടുമായി. 16 എന്ന് പറഞ്ഞാൽ ആരുടെ 16 തീരുമാനിച്ചിട്ടില്ല. 16 പുള്ളി 16 പറഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാം. എന്നിട്ട് പുള്ളിക്ക് പിടികിട്ടുന്നില്ല എന്താണ് 16 എന്നറിയില്ല. അതുകൊണ്ട് കരക്കാരെല്ലാം കൂടെ മെസ്സേജ് അയച്ചു കൊടുക്കണം 16 എന്താണെന്ന്. ആ മെസ്സേജ് എല്ലാം കൂടെ കിട്ടിയിട്ട് പുള്ളി വേണുഗോപാലിനെയും മറ്റേ പൊണ്ണത്തടിയും കാർഗേനെയും വിളിച്ചിട്ട് ഇതെല്ലാം കൂടെ തപ്പിക്കുക, അതിലേറ്റവും നല്ലൊരു സാധനം എടുത്തേ, എന്നിട്ട് ഞാൻ പറയാം 16. ഞാൻ പറഞ്ഞ 16 എന്ന് പറയാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ BJP സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. TDPയുടെയും പിന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെയും പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണ് സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 16 MP-മാരാണ് TDPക്കുള്ളത്. അപ്പോൾ ഒരു സ്പെക്കുലേറ്റീവ് സ്റ്റോറി ഇതാണ്. ഈ TDPയുടെ MP-മാരുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അഴിമതി കേസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഥകളാണ്. കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമില്ല, വെറുതെ ഊഹാപോഹ കഥകൾ. വിദേശത്തുള്ള ഏതോ വലിയ വമ്പൻ ബിസിനസ് അല്ലെങ്കിൽ ഏതോ ഒരു ലോബിയുമായി ബന്ധമുള്ള എന്തോ ഒരു അഴിമതി കേസ് വന്നിട്ടുണ്ട്. ഇത് മോദിയുടെ മുന്നിൽ വന്ന് മോദിക്ക് ഇവരെ പിടിക്കാനും വയ്യ, പിടിക്കാതിരിക്കാനും വയ്യ. പിടിച്ചാൽ ഈ 16 MP-മാർ എന്ത് ചെയ്യും? അപ്പോൾ സർക്കാരിന് പിന്തുണ പിൻവലിക്കും. അപ്പോൾ ഇയാൾ അങ്ങനെയാണെങ്കിൽ അത് ഈ 16 പേര് അഴിമതിക്കാരാണ്, അവരെ പിടിച്ചാൽ മോദിയുടെ ഭരണം വീഴും എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ മോദിയെ ധൈര്യമായിട്ടിരിക്കുക, ഭരണം വീഴുമൊന്നുമില്ല, അവന്മാർ പോയാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്നല്ലേ പറയേണ്ടത്? ശരിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? കാരണം 16 പേര് അഴിമതി നടത്തി വിദേശത്ത്. അതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ ഭരണം പോകുമെന്നുള്ള ഭയം കാരണം നരേന്ദ്രമോദിക്കും മടിയാണെങ്കിൽ, ഒരു ടെൻഷനാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ്? ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട, അവന്മാരെ ശിക്ഷിക്കുക എന്ന് പറയണം. ഇല്ല, അതല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എല്ലി ഷെലൈൻ കേട്ടിട്ടുണ്ട്. എല്ലി ഷെലൈൻ എന്ന് പറയുന്നത് ഇറ്റലിയിലെ പ്രതിപക്ഷ നേതാവാണ്, വനിതയാണ്. ഇറ്റലിയിലെ പ്രധാനമന്ത്രി അറിയാലോ, മെലോണി, നമ്മുടെ മെലോണിയുടെ എതിർ പാർട്ടിയാണ് എല്ലി ഷെലൈൻ. അപ്പോൾ മെലോണിയോട് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു, ഞങ്ങളെ പിന്തുണയ്ക്കണം. പറ്റത്തില്ല, ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിൽ ഞങ്ങൾ പണി തരും. ആയിക്കോട്ടെ. ഇസ്രയേൽ ലെബനോണിൽ നടത്തുന്ന ആക്രമണം ഇറാനുമായിട്ടുള്ള കരാറിൻ്റെ ലംഘനമല്ല, അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.
ഞാൻ ഇപ്പം തന്നെ ഇസ്രയേലുമായിട്ടുള്ള എല്ലാ കരാറും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മെലോണി ട്രംപ് പറഞ്ഞതിനെല്ലാം വിരുദ്ധമായിട്ട് പറഞ്ഞു. ഉടനെ ട്രംപ് ഊടുപാട് മെലോണിയെ ചീത്ത വിളിച്ചു. ആ സ്ത്രീ ശരിയല്ല, അവർക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞു. ഭ്രാന്താണെന്ന് പറയുന്നത് ആരാണെന്നൊക്കെ സ്ത്രീയല്ലോ, ട്രംപേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുശേഷം ഇറ്റാലിയൻ പാർലമെൻറ്റ് കൂടിയപ്പോൾ എല്ലി ഷെലൈൻ പാർലമെൻറ്റിൽ ഒരു ഗംഭീര പ്രസംഗം നടന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു വിദേശ രാജ്യത്തലവനും എൻ്റെ രാജ്യത്തെയും സർക്കാരിനോടും അനാദരവ് കാട്ടിയാൽ ഞാൻ ക്ഷമിക്കത്തില്ല. പ്രതിപക്ഷം പറയുകയാണ്, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തലവൻ എൻ്റെ രാജ്യത്തെയും എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അവമാനിച്ചാൽ ഞങ്ങൾ നോക്കിയിരിക്കത്തില്ല. ട്രംപെ കേട്ടോളൂ, രാഷ്ട്രീയ എതിരാളികളായിരിക്കും മെലോണിയും ഞാനും, പക്ഷേ ഞങ്ങൾ ഇറ്റലിക്കാരാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള വർത്തമാനം ആര് പറഞ്ഞാലും ഞങ്ങൾ ടോളറേറ്റ്, ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ ഞങ്ങൾ ചിലപ്പോൾ ഏറ്റുമുട്ടും, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ വന്നാൽ ഞങ്ങൾ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞത് ഇറ്റാലിയൻ പ്രതിപക്ഷ നേതാവ് എല്ലി ഷൈലൈൻ. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു മാതൃക. ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവോ, രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും വരുവാണെങ്കിൽ വേഗം വാ, മോദി എന്ന് ഇറക്കിത്താ. ഇയാൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ലേ പാകിസ്ഥാനും അമേരിക്കയും എല്ലാം സഹായിക്കണം മോദിയെ ഇറക്കാൻ. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മോദിക്ക് തന്നെ വോട്ട് ചെയ്ത് മോദി അധികാരത്തിലെത്തുവാണ്. അപ്പോഴേക്ക് ഇറക്കി വിട്ടിട്ട് വേണം ഇയാൾക്കൊന്ന് കയറിയിരിക്കാൻ. ജനം വോട്ട് ചെയ്തിട്ട് ഒരു തരത്തിൽ കയറത്തില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ വാ, അമേരിക്ക വാ, ചൈന വാ, എന്നിട്ട് മോദി ഇറക്കിയിട്ട് എന്നെ എന്തിരുത്ത് എന്ന് പറയുന്ന പരമ ഊളയാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഭാവി പ്രധാനമന്ത്രി. ആ ഭാവി പ്രധാനമന്ത്രിക്ക് സത്യത്തിൽ രാജ്യത്ത് അഴിമതിക്കെതിരെ ഈ പറഞ്ഞ TDP MPമാരുടെ അഴിമതിയായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇയാൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ മോദി പേടിക്കണ്ട, ആ മാർക്കെതിരെ നടപടിയെടുക്കും, ഞാൻ കൂടെയുണ്ട് എന്ന് പറയണ്ടേ. അതിന് നല്ല ജനിക്കണം എന്നൊക്കെ പറയത്തില്ലേ, അതെന്തൊക്കെ പറയുന്ന പോലെ ഞാനത് പറയുന്നില്ല. ആ ഭാഷ പറയുന്നത് ശരി. കാരണം അല്ല പിന്നെ നമ്മളും രാഹുൽ ഗാന്ധിയും ഒരുപോലെ ആയിപ്പോകും. ഏതായാലും ഈ 16 എന്ന് പറയുന്നത് ഈ ചില വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞാൽ അത് അറം പറ്റുന്നതാണ്. രാഹുൽ ഗാന്ധി 16 നിന്ന് പകൽ മുഴുവൻ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇയാളുടെ 16 തീരുമാനിക്കുന്നവരെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയും വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ 16 എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ടെക്സ്റ്റ് ചെയ്യാം. പുള്ളിയുടെ അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾക്കിടാം 16 എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. വേറെ വല്ല അക്കമായിരുന്നെങ്കിൽ പറയാമായിരുന്നു. എന്ത് ചെയ്യാം, 16 ആയിപ്പോയി. 16 എന്ന് പറയുന്ന കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുസ്സൂചനയുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട നമ്പറാണ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പപ്പുവല്ല, ശകുനിയുടെ, രാഷ്ട്രീയ ശകുനിയുടെ വീഴ്ചയുടെ 16ലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വരുന്നുണ്ട്. നിങ്ങൾ കൂടി ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനലിൻ്റെ IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനലിൻ്റെ പേജ് തുറന്ന് ആ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന നീല ബാറിലൊന്ന് അമർത്തുക. ഇപ്പുറത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും, എല്ലാ വീഡിയോകളും മിസ്സാവാതെ കിട്ടും. എന്ന് മാത്രമല്ല, അത് ഞങ്ങൾക്ക് വലിയ ഒരു സഹായം കൂടിയാണ്. നമുക്ക് 2 ചാനൽ കൂടിയുണ്ട് കേട്ടോ. C4N മലയാളം, C4N മലയാളം എന്ന് പറഞ്ഞാൽ C ഫോർ ക്രെഡിബിൾ ന്യൂസാണ്, ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസ്യതയുള്ള വാർത്തകൾ. N ഫോർ നേഷൻ, രാജ്യം എന്നാണ്. C4N മലയാളം, C4N മലയാളം. പിന്നെ ഈ ആധ്യാത്മിക കാര്യങ്ങൾ പറയുന്ന ആ ചാനലാണ് പുണ്യം ബൈ ഇന്ത്യ ലൈവ്. ഈ 2 ചാനൽ കൂടി ഇന്ത്യ ലൈവിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.